ഭാരതി, ദേ മോൻ തെങ്ങ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും കൊടുക്ക. അല്ല, തെങ്ങുകയറ്റത്തിന് പോയിട്ട് സാറിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. മകന് തെങ്ങേറി നടക്കാൻ ഏക്കർ കണക്കിന് തെങ്ങും പുരടല്ലേ അച്ഛൻ മേടിച്ചിട്ടിരിക്കുന്നത്. അതെ അതെ, തെങ്ങിൻ തോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചുകൊണ്ട് വരുന്നത്. ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തറവാട്ടി നോഹരി കിട്ടിയ ഈ വീടും 7 സെന്റ് ഭൂമിയും അല്ലാതെ വേറെ എന്തുണ്ട് അച്ഛന് സ്വന്തമായിട്ട്? എന്നിട്ടിപ്പോ അമ്മായിയുടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ എല്ലാം കൂടി വെട്ടിപ്പിടിക്കാൻ. ഇപ്പൊ കിട്ടും. എനിക്കും കൂടി അവകാശപ്പെട്ടാടാ അവളും അവനും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടും പറമ്പും വിറ്റിട്ടാണ് ഞാൻ കേസ് നടത്തും. ആരാ ചോദിക്കാൻ? ഉള്ളത് കട്ടോണ്ടുപോയി തിന്നു കുടിക്കാനല്ലാതെ കാൽ കാശ് ഉപകാരം നിന്നെ കൊണ്ടുണ്ടോ? എന്നിട്ട് അവൻ നിന്ന് പ്രസവിക്കുന്നു. മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിർത്തടാ, അച്ഛനോട് തർക്കുത്തരം പറയുന്നു. കേറിപ്പോടാ, പോകാൻ. എന്തിനാ ചേട്ടാ അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? കുടുംബത്തിന് കാൽ കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ, സമ്മതിച്ചു. എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ഗോപി പാവം, കഥയില്ലാത്തവൻ. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ജോലി. നമ്മുടെ അപ്പോഴത്തെ സ്ഥിതി അങ്ങനെ ആയിരുന്നതുകൊണ്ടല്ലേ ചേട്ടനെ. അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ? കുന്നത്തെ തറവാട്ടിൽ നിന്ന് പെമ്പിള്ളേരാരും കോളേജിൽ പോയിട്ടില്ല അത്രേ. നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു. നിന്നെ പഠിപ്പിച്ചതിനുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങ അരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം.